തേരി മേരി രചന റോബു റോബസ്റ്റൻ അവതരണം സൽസാമുസ്തു. നിങ്ങൾക്ക് തടയാൻ പറ്റില്ല കാശി. മരിക്കേണ്ടവർ എന്തായാലും മരിക്കും. അത് ഏറ്റവും അർഹതയുള്ള ആളുടെ കൈകൾ കൊണ്ട് തന്നെ. അവളത് പറഞ്ഞു തീർന്നതും അവിടമാകും ഒരു വെടിവെച്ച് മുഴങ്ങിയതും ഒരുമിച്ചായിരുന്നു. അതോടൊപ്പം തന്നെ സിദ്ധാർത്ഥിൻ്റെ ശബ്ദം കേട്ടിടത്തൊക്കെ എല്ലാവരും അവിടേക്ക് നോക്കിയതും ഗണ്ണും പിടിച്ചു നിൽക്കുന്ന ആളെ കണ്ട് അവർ ഞെട്ടി. റീമ? വാട്ട്? റീമയോ? ഓ, ഒന്ന് പതുക്കെ പറ കൊച്ചേ, മനുഷ്യന് ചെവി പോയി. ഡെല്ലയുടെ തലക്കിട്ടൊരു കൊട്ടു കൊടുത്തുകൊണ്ട് ഋതു പറഞ്ഞു. റേ ജീവനോടെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാനത് റേ എന്ന് ചോദിച്ചോട്ടെ എന്തൊക്കെ പുകലായിരുന്നു. നിങ്ങളിരുന്ന് തല്ല് പിടിക്കുന്നോ? എങ്കിൽ ഞാൻ കഥ നിർത്തി എണീറ്റ് പോകുക. എനിക്കൊന്ന് കിടന്നുറങ്ങണം, നല്ല ക്ഷീണമുണ്ട്. അയ്യോ പപ്പ പോകല്ലേ, നല്ലൊരു ട്വിസ്റ്റ് കൊണ്ട് നിർത്തിയിട്ട് ഉറങ്ങണമെന്നോ? വിടില്ല ഞങ്ങൾ. അയ്യടാ, 2 ദിവസം ഞാൻ ഇന്ന് മര്യാദയ്ക്ക് ഉറങ്ങിയിട്ട് ഇപ്പം തന്നെ നേരം വിളിക്കാനായി. കുറച്ച് നേരം എനിക്കൊന്ന് കിടന്നുറങ്ങണം. കഷ്ടമുണ്ട് ടങ്ങളെ. പപ്പയുടെ മമ്മയുടെ വായിലിരിക്കുന്നത് മുഴുവൻ കേട്ടിട്ടാ ഞാനിവിടെ വന്ന് ഇരിപ്പിരിക്കുന്നത്. ഇന്നെങ്കിലും ഇതൊന്ന് മുഴുവനാക്കിയിട്ട് വേണം എനിക്കൊന്ന് സമാധാനപ്പെടാം. അങ്കിളൊരു കാര്യം ചെയ്, നാളെ ലീവാണെന്ന് ഹോസ്പിറ്റലിൽ വിളിച്ചു പറ. എന്നിട്ടിപ്പോൾ കഥ പറഞ്ഞ് തീർത്തിട്ട് നാളെ ഫുള്ള് അങ്കിള് കിടന്നുറങ്ങിക്കോ. അതന്നെ സമ്മതിക്കും പപ്പാ. തോന്നുമ്പോൾ ലീവ് എടുക്കാനേ അതെൻ്റെ അളിയൻ്റെ ഹോസ്പിറ്റലൊന്നുമല്ലല്ലോ. നൈസായിട്ട് അച്ഛൻ വിളിക്കേണ്ടതും ഡെല്ല ചൂപ്പ് കർത്താവായി. നിങ്ങൾക്ക് മനസ്സിലായോ? നമ്മുടെ കിടുവിൻ്റെ ഹൃദുവിൻ്റെ പപ്പയുടെ സിസിൻ്റെ മക്കളാണ് ഡെല്ലയും ടെന്നിയും. സംശയിക്കണ്ട, ഇൻ്റർകാസ്റ്റ് മാരേജാണേ. പോയി കിടന്ന് ഇറങ്ങിക്കോ മൂന്നും. ഞാനും പോകുക. പപ്പേ അങ്കിളെ. മൂന്നിൻ്റെ വിളിയൊന്നും മൈൻഡാക്കാതെ ആൾ ഉറങ്ങാൻ പോയി. ഷടാ, അങ്ങനെ ഇന്നത്തെ ഉറക്കത്തിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. നിൻ്റെ മാത്രമല്ലല്ലോ, ഞങ്ങളുടെ അങ്ങനെ തന്നെയല്ലേ. ഏതായാലും വാ, റൂമിലേക്ക് പോകാം. മക്കൾസ് എന്തോ മച്ചി? ഞാനൊരു പ്രധാന ഘട്ടം വരെ വിളിച്ചതാ. എന്താണാവോ പ്രധാനപ്പെട്ട കാര്യം? അതെ, ശരിക്കും ആ കഥ ഉള്ളത് തന്നെയാണോ? എനിക്ക് എന്തൊക്കെയോ ചില സംശയം തോന്നുന്നു. എനിക്ക് തോന്നിയത് തന്നെയാണോ നിനക്കും തോന്നുന്നത്? ആണെന്നാണ് എൻ്റെ ഒരു തോന്നൽ. ഓ, നിങ്ങൾക്ക് രണ്ടിനും തോന്നുന്നത് എന്താണെന്ന് ആദ്യം പറയാം, വെറുതെ ആളെ വട്ടാക്കാൻ. എടിയേ, നിരഞ്ജൻ സിംഗ് എന്ന പപ്പ തന്നെയാണോ ആ സ്റ്റോറിയിലെ നിരഞ്ജനെന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. അതന്നെ എനിക്കുണ്ട്. അതിനാ നിരഞ്ജൻ്റെ പോർഷൻ പറഞ്ഞു തുടങ്ങിയപ്പോഴേ നമ്മളാ ഡൗട്ട് ചോദിച്ചതല്ലേ. അപ്പം അങ്കിള് തന്നെ പറഞ്ഞതല്ലേ ഇത് റേന്ന്. നീ അങ്ങനെ അഭിനയിക്കുകയാണോ അതോ ശരിക്കും അങ്ങനെയാണോ? പപ്പത് വെറുതെ പറഞ്ഞതാവാൻ ചാൻസ് ഇല്ലേ? നീ തന്നെ ആദ്യം മുതലേ ഒന്ന് ആലോചിച്ച് നോക്കിയേ. എവിടേക്കോ ചീഞ്ഞ് നാറുന്നില്ലേ? എനിക്ക് തോന്നുന്നില്ല. പിന്നെ നാറ്റം, അത് ചിലപ്പോൾ ഈ റൂമിൻ്റെ പ്രോബ്ലം ആയിരിക്കും. എൻ്റെ റൂമിനെ കുറ്റം പറഞ്ഞാൽ ഒരൊറ്റ ചവിട്ടാങ്ങ് തരും ഞാൻ പൊന്നുപോലെ കൊണ്ടു നടക്കുന്ന എൻ്റെ റൂമാണ്. ഓ മതി കണക്കുണാ പറഞ്ഞത്. കിടന്ന് ഉറങ്ങിക്കോവേ. എന്നിട്ട് നേരത്തെ എണീറ്റ് പപ്പയുടെ അടുത്ത് നിന്ന് ബാക്കി സ്റ്റോറി കൂടി ചേർത്താം. എപ്പടി സെറ്റ്. നെക്സ്റ്റ് ഹൃദു ഡെല്ലേ ഡി കിളവികളെ. മര്യാദയ്ക്ക് എണീറ്റില്ലേ ഞാൻ ഒറ്റയ്ക്ക് പോയി പപ്പയുടെ അടുത്ത് നിന്ന് കഥ കേൾക്കൂ. കഥ എന്ന് കേട്ടതും ഋതുവും ഡെല്ലിയും ചാടി എണീറ്റു. പപ്പ പോയില്ലെന്ന്? ഇല്ല, ബാക്കി കേൾക്കണേലേ നിങ്ങളെ കൂട്ടി വരാൻ പറഞ്ഞു. അല്ലെങ്കിൽ അങ്കിള് മുത്താണ്. ബാ നമുക്ക് പോയി കേൾക്കാം. അതും പറഞ്ഞ് എണീറ്റപ്പോഴെ ഡെല്ലി ഓടി പിറകെ തന്നെ ബാക്കി രണ്ടു. കഥ കളിക്കാനുള്ള ത്വരയെ. അവർ മൂന്നും കിട്ടുവിൻ്റെ ഹൃദുവിനെയും പപ്പയുടെ അടുത്ത് നിന്ന് ബാക്കി കേൾക്കട്ടെ. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാവേ. റീമയെ അങ്ങനെ കണ്ടു ഞെട്ടി നിൽക്കുകയാണ് ത്രിമൂർത്തീസും ശ്രീയും ധ്രുവും. എന്തിനു പറയുന്നു റിൻഷ വരെ. ഇത്രയും നാളും കണ്ട റീമയല്ല അവർ അപ്പം കണ്ടത്. സിദ്ധാർത്ഥിൻ്റെ ഷോൾഡർ ലോക്കാണ് അവൾ ഷൂട്ട് ചെയ്തത്. അവർ നോക്കുമ്പോൾ സിദ്ധാർത്ഥിൻ്റെ ബോഡിയിൽ ഫുൾ മുറിവുകളാണ്. ടേബിളിലിരിക്കുന്ന കത്തികളിൽ നിന്ന് ഇപ്പോഴും ചോരറ്റ് വീണുകൊണ്ടിരുന്നു. സിദ്ധാർത്ഥാണെങ്കിൽ വേദന കൊണ്ട് നിരങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വീണ്ടും അവന് നേരെ അവൾ ഗൺ ചൂണ്ടിയതും റയാൻ യാദവളുടെ കയ്യിൽ നിന്നും തട്ടിപ്പറിച്ചു. റീമേ, നീ എന്ത് ഭ്രാന്തായി കാണിക്കുന്നേ? ഭ്രാന്ത് തന്നെയാ, ഇവനെ കൊല്ലാനുള്ള ഭ്രാന്ത്. ഈ ഒരു ദിവസത്തിന് വേണ്ടിയാ ഞാൻ ഇത്രയും നാളും കാത്തിരുന്നത്. എൻ്റെ ഇച്ഛായുടെ ഓർമ്മ ദിവസം തന്നെ അദ്ദേഹത്തിൻ്റെ കൊലയാളികളെ എനിക്ക് പരലോകത്തേക്ക് അയക്കണം. വാട്ട്? റോബിൻ അവനെ കൊന്നതാണെന്നോ? അതും ഇവർ? പക്ഷെ എന്തിനു വേണ്ടി? ശ്രേയ, അവൾക്ക് വേണ്ടി. ഒന്നും മനസ്സിലാകാതെ ശ്രീ ചോദിച്ചതും മറുപടി പറഞ്ഞത് ശ്രുതിയായിരുന്നു. റേക്ക് വേണ്ടിയോ? അതിന് റോബിനും അവൾ തമ്മിൽ എന്താ കണക്ഷൻ? നിങ്ങൾ അന്വേഷിച്ച് നടക്കുന്ന ബിച്ചു ഞങ്ങളുടെ റോബിച്ചനാണ്. റിൻഷ ആരെയും നോക്കാതെ മറുപടി പറഞ്ഞതും എല്ലാവരുടെ ശ്രദ്ധ അവളിലേക്കായി. എന്തൊക്കെയാണ് നിങ്ങളീ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ധ്രുവ് ഇടയിൽ കയറി ചോദിച്ചതും കാശി അവനോട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. റോബിൻ ശരിക്കും എന്താ സംഭവിച്ചേ? അത് ആക്സിഡൻ്റ് ആയിരുന്നില്ലേ? ശ്രീ ചോദിച്ചതും അന്ന് നടന്നതെല്ലാം റിൻഷ പറയാൻ തുടങ്ങി. റിൻഷയ്ക്ക് പകരം ഞാൻ പറയാവേ. ആറിൻ്റെ പപ്പയും മമ്മിയും മരിച്ചെങ്കിലും അതെല്ലാം മുന്നിൽ കണ്ടതുപോലെ അവർ നടന്ന സംഭവങ്ങളെല്ലാം ഒരു ക്യാമറ വെച്ച് പകർത്തിയിരുന്നു.
അതിൽ ഐറിനെ ഹരാസ് ചെയ്തത് മുതൽ ഒത്തിരി കാര്യങ്ങൾ അവർ ഏറ്റുപറയുന്നതടക്കം പറഞ്ഞിരുന്നു. റോഷനെയും മാനവിനെയും കെവിനെയും കോടതി റിമാൻഡ് ചെയ്ത് വിട്ട ശേഷമാണ് റേക്ക് അതിനെപ്പറ്റി അറിവ് ലഭിക്കുന്നത്. അവളത് കണ്ടെത്തുകയും ചെയ്തു. അടുത്ത വാദം നടക്കുമ്പോൾ അത് സബ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും അവൾക്ക് രക്ഷപ്പെടാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഏത് വിധേയനും അത് കൈക്കലാക്കാൻ സിദ്ധാർത്ഥ് നിഹവായി ശ്രമിച്ചെങ്കിലും അതിന് കഴിഞ്ഞില്ല. ഒരു തരത്തിലും അവൾ വഴങ്ങുന്നില്ലെന്ന് കണ്ടതുകൊണ്ട് അവളെ കൊല്ലാൻ തന്നെ നിഹയും സിദ്ധാർത്ഥും പ്ലാൻ ചെയ്തു. അങ്ങനെ ഇരിക്കെയാണ് റേയുടെ ക്ലാസ്മേറ്റ്സ് ട്രിപ്പ് പ്ലാൻ ചെയ്തത്. അതറിഞ്ഞ സിദ്ധാർത്ഥ് നിഹവായി തന്നെ ആ ഫ്രണ്ട്സിനെ കയ്യിലെടുത്തു. അതെ, നെക്സ്റ്റ് വീക്ക് ഏട്ടന്മാർ വരുന്നുണ്ട്. സോ അവരെ ഇംപ്രസ് ചെയ്യാൻ റെഡിയായിരുന്നോ? ഓഹോ, അങ്ങനെയാണോ? വരട്ടെ, അവരെന്ന് നേരിട്ട് കാണാനിരിക്കുക ഞാനും. ഐ എം ഷുഗർ. എന്നെ കാണുന്ന ഞാൻ ദി സ്പോട്ട് അവർ തന്നെ കളി അളിയനാക്കും. ഹൂവേ, ഇച്ചൻ്റെ അനിയത്തിമാരെ പോലെ അല്ല എൻ്റെ ഏട്ടന്മാർ. പുറമെ പച്ച പാമ്പ് ഇരിക്കുമെങ്കിലും പ്രവൃത്തി നമ്മൾ സ്വപ്നം പോലും ചിന്തിക്കാത്തതായിരിക്കും. ആ കാര്യത്തിൽ എൻ്റെ സീസൺ മോശമൊന്നുമല്ല. അത് പറഞ്ഞപ്പോൾ നമുക്ക് നിൻ്റെ ബ്രോസിന് വേണ്ടി അവരെ ആലോചിച്ചാലോ? എന്തു പറയുന്നു? എൻ്റെ പൊന്നു പിച്ചിച്ചായ, ഇത് കുറേ മുന്നേ തുടങ്ങി എൻ്റെ മനസ്സിലുള്ള കാര്യമാണ്. ആദ്യം അവരൊന്നിടങ്ങ് എത്തട്ടെ, എന്നിട്ട് നമുക്ക് ബാക്കി കാര്യം നോക്കാം. എത്തട്ടെ, നമുക്ക് നോക്കാം. വന്ന കാര്യം എന്തായി? ഈ ജോലിക്ക് കയറുമോ അതോ അനിയത്തിമാരെ പിരിഞ്ഞിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഇതും കളയുമോ? കൊച്ചേ, കൂടുതൽ ഊതല്ലേ? അല്ല, നിൻ്റെ കൂട്ടുകാരൊക്കെ ഇവിടെ? കുറച്ച് മുന്നേ വരെ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. ചുറ്റും നോക്കിക്കൊണ്ട് റോബിൻ ചോദിച്ചപ്പോഴാണ് റേയും അത് ശ്രദ്ധിച്ചത്. ചിലപ്പോൾ നമുക്ക് പ്രൈവസി ഇട്ടിട്ടെന്ന് എന്ന് കരുതി മാറിയതാവും. എനിക്ക് ഞാനൊന്ന് വിളിച്ച് നോക്കട്ടെ എന്നും പറഞ്ഞ് അവൾ ഫോണെടുത്ത് അവർക്ക് വിളിച്ചു. ഹലോ ജീന, നിങ്ങളൊക്കെ എവിടെയാ? പാർക്കിങ്ങിലോ? ഞങ്ങളവിടേക്ക് വരാം. ബിച്ചു ചേ, അവർ പാർക്കിങ്ങിലുണ്ടെന്ന്, നമുക്ക് അവിടേക്ക് പോകാം. കോൾ കട്ട് ചെയ്തിട്ട് റേ റോബിനോട് ചോദിച്ചു. വാ, നിന്നെ അവരുടെ അടുത്താക്കിയിട്ട് വേണം എനിക്ക് പോകാൻ. അപ്പോൾ ഇന്ന് തന്നെ പോകുകയാണോ? പിന്നെ പോകാതെ ഇന്ന് തന്നെ അങ്ങ് എത്തിയേക്കാന്ന് ഞാൻ എൻ്റെ ഡേസി കൊച്ചിന് വാക്ക് കൊടുത്തിട്ടുള്ളതാ. ന്യൂ ഇയർ വീട്ടിൽ കൂടണം. ചെന്നില്ലെങ്കിൽ ശരിയാവില്ല. വാക്ക് കൊടുത്തത് അമ്മക്കോ അത് അനിയത്തിമാർക്കോ? നീ എൻ്റെ കയ്യിൽ നിന്ന് മേടിക്കും കേട്ടോ. ട്രിപ്പൊക്കെ കഴിഞ്ഞ് വാ, ഇതിനുള്ളതൊക്കെ പരീക്ഷ സഹിതം തിരികെ തരുന്നുണ്ട് ഞാൻ. എന്തിനാ അത്രയും നീട്ടുന്നേ? ഇപ്പം തന്നെ അങ്ങ് തന്നോളുന്നേ എന്നില്ലാത്ത നാളൊക്കെ വരുത്തിക്കൊണ്ട് റേ പറഞ്ഞതും റോബിൻ ശരി തന്നേക്കാന്ന് പറഞ്ഞ് അടുത്തുള്ള മരത്തിലൊന്ന് കൂമ്പി പിടിച്ച് അവൾ അടുക്കുമ്പോഴേക്കും കാട്ടിയത് അവൾ ഓടി. ഇതെന്തിവിടെ ആരും ഇല്ലല്ലോ? പാർക്കിങ്ങിൽ ആരെയും കാണാത്തത് കൊണ്ട് റോബിൻ ചോദിച്ചു. വെയിറ്റ്, ഞാൻ ഒന്നും കൂടി വിളിച്ചു നോക്കട്ടെ എന്നും പറഞ്ഞ് റേ ഫോൺ എടുത്തതും ആരോ അവളുടെ കയ്യിൽ നിന്നും ബലമായി വാങ്ങിച്ചെടുത്തു. വാട്ട് ദ ഹെൽ എന്ന് പറഞ്ഞ് മുഴുവനാക്കും മുന്നേ തൊട്ടു മുന്നിൽ നിൽക്കുന്ന ആളെ കണ്ട് അവളൊന്ന് ഞെട്ടി 2 അടി പിറകിലേക്ക് വെച്ചു. റോഷൻ? റേയിൽ നിന്ന് ആ പേര് കേട്ടതും റോബിൻ ആളെ മനസ്സിലായി. ഇത്ര പെട്ടെന്നൊരു കൂടിക്കാഴ്ച തീരെ പ്രതീക്ഷിച്ചില്ല അല്ലേ? റോഷൻ അത് ചോദിച്ചുകൊണ്ട് അവളുടെ അടുത്തേക്ക് നടക്കുന്നതിനനുസരിച്ച് റേ പിറകിലേക്ക് നടന്നു. നീയൊക്കെ എന്തടി വിചാരിച്ചേ? ജീവിതകാലം മുഴുവൻ ഞങ്ങളൊക്കെ അങ്ങ് ജയിലിൽ കിടത്തേക്കാവുന്നു? അതും ചോദിച്ചവൻ റേക്ക് നേരെ കൈ ഉയർത്തിയതും റോബിൻ അവൻ്റെ കൈ കയറി പിടിച്ചുകൊണ്ട് അവർ 2 ചേർക്കിടയിൽ കയറി നിന്നു. കൈയെടുക്കടാ, ദേഷ്യത്തിൽ റോഷൻ പറഞ്ഞതും റോബിൻ പതിയെ കൈയെടുത്തു. അത് കണ്ടവൻ റേയെ നോക്കി പുച്ഛിച്ച് അവളുടെ അടുത്തേക്ക് ഒരു സ്റ്റെപ്പ് എടുത്ത് വെച്ചതും റോബിൻ അവൻ്റെ ടീഷർട്ടിൽ പിടിച്ച് പിറകിലേക്ക് വലിച്ചിട്ട് അവൻ്റെ മുഖത്തന്നെ ഒന്നങ്ങ് പൊട്ടിച്ചു. നിന്നെപ്പറ്റി കേട്ടപ്പോൾ ഒരെണ്ണം വാങ്ങി വെച്ചതാ എന്നും പറഞ്ഞ് അവൻ്റെ ഡ്രസ്സിൽ കുത്തിപ്പിടിച്ച് മുറിവുകൾക്ക് കൂടി ഒരെണ്ണം അങ്ങ് കൊടുത്തു. ഇതെൻ്റെ പെണ്ണിന് നേരെ നിൻ്റെ കൈ ഉയർന്നതിന്. അതും കൂടി കേട്ടതും റോഷൻ റോബിൻ്റെ കൈ എടുത്ത് മാറ്റാൻ മാക്സിമം ശ്രമിച്ചെങ്കിലും ഒരു ഗുണവും ഉണ്ടായിരുന്നില്ല. ഹജ്ജാതി പിടുത്തമായിരുന്നു. പക്ഷെ പെട്ടെന്നാണ് റോബിൻ സൈഡിലേക്ക് തെറിച്ചു വീണത്. നോക്കുമ്പോൾ എന്താ, ആ മാനവ് അവനെ ചവിട്ടി തെറിപ്പിച്ചതാ. മാനവ് വന്ന് റോബിനെ വീണ്ടും ചവിട്ടാൻ നോക്കിയതും റോബിൻ അവൻ്റെ കാലിൽ പിടിച്ച് സൈഡിലേക്ക് വലിച്ചിട്ടു. അവൻ്റെ മുതുകിൽ മുട്ടുകുത്തി മുടിയെ പിടിച്ച് പിറകിലേക്കാക്കിയതും വേദന കൊണ്ട് അവൻ അലറി വിളിക്കാൻ തുടങ്ങി. അതുകൊണ്ട് റോഷൻ അവനെ പിടിച്ചു മാറ്റാൻ നോക്കിയെങ്കിലും റോബിൻ അവൻ്റെ കൈ പിടിച്ച് തിരിച്ചു. ആ സമയം കൊണ്ട് മാനവ് റോബിൻ്റെ കൈ വിടിവിച്ച് എണീറ്റു. അങ്ങനെ ഫൈറ്റ് കടിവിളയെ നടക്കുമ്പോഴാണ് ബിച്ചു ചായ എന്നുള്ള റേയുടെ വിളി കേട്ടത്. അത് കേട്ട് റോബിൻ വേഗം തിരിഞ്ഞതും അവൻ്റെ വയറ്റിലേക്ക് കത്തി കുത്തേറിയതും ഒരുമിച്ചായിരുന്നു. പ്രതീക്ഷിക്കാതുള്ളൊരു അറ്റാക്ക് ആയതുകൊണ്ട് അവനത് തടയാൻ കഴിഞ്ഞില്ല. വേദന കടിച്ചു പിടിച്ചുകൊണ്ട് അവൻ മുന്നോട്ട് നോക്കിയതും കത്തിയും പിടിച്ചു നിൽക്കുന്ന ആളെ കണ്ടവൻ ഞെട്ടി. ക്രിസ്റ്റി, നീയോ? വേദന കടിച്ചു പിടിച്ചുകൊണ്ട് റേയുടെ ഫ്രണ്ടായ ക്രിസ്റ്റിയെ നോക്കി ചോദിച്ചതും അവൻ പുച്ഛത്തോടെ മുഖം കൊട്ടി. റോബിൻ പിറകിലേക്ക് നോക്കിയതും കാണുന്നത് ജീനയും ജോണും ബാക്കിയുള്ളവരും ട്രിപ്പിൽ നിന്ന് വന്ന ഫ്രണ്ട്സും കൂടി റേയെ പിടിച്ചു വെച്ചിരിക്കുന്നതാണ്. അതോടെ താനും റേയും ചതിക്കപ്പെട്ടിരിക്കുകയാണെന്ന് അവന് മനസ്സിലായി. റേ കരഞ്ഞുകൊണ്ട് അവരുടെ വെടിയിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും അവൾക്കതിന് കഴിഞ്ഞില്ല. വണ്ടിയിലേക്ക് കയറ്റിടണ്ടിനെ ക്രിസ്റ്റിയോട് ഓർഡർ ഇട്ടുകൊണ്ട് മാനവ് റോഷൻ്റെ അടുത്തേക്ക് ചെന്നു. എന്തോ ഒരു ഗോഡൗണിലാണ് അവർ നടിഞ്ഞതും വണ്ടി അതിനുള്ള കയറിയതും ആരൊക്കെയോ ഷട്ടർ ക്ലോസ് ചെയ്തു. റോബിനെ റേയും ഇഷാമും സിനാനും വണ്ടിയിൽ നിന്ന് പിടിച്ചിറക്കി. റോബിൻ തന്നാലും വിധം അവരുടെ പിടിച്ചയക്കാൻ നോക്കിയെങ്കിലും അതിന് കഴിഞ്ഞില്ല. റോബിൻ്റെ മുറിവിൽ നിന്നാണെങ്കിൽ ബ്ലഡ് പോയിക്കൊണ്ടേയിരിക്കുമായിരുന്നു.
അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ റേ ഒത്തിരി കെഞ്ചിയെങ്കിലും ആരും അത് ചെവി കൊണ്ടില്ല. അപ്പോഴാണ് സിദ്ധാർത്ഥും നിഹയും അവരുടെ മുന്നിലേക്ക് വരുന്നത്. നിഹ അവരുടെ കൂടെ കണ്ട് റേ ആകെ ഞെട്ടിപ്പോയിരുന്നു. സങ്കടവും ദേഷ്യവും എല്ലാം കൂടെ ആയതും അവൾ നിഹയ്ക്ക് നേരെ പാഞ്ഞെടുത്തു. പെട്ടെന്ന് പിറകിൽ നിന്നും റോബിൻ്റെ ശബ്ദം കേട്ട് അവൾ തിരിഞ്ഞതും ചുറ്റിക പോലെ എന്തോ കൊണ്ട് റേ ഇഷ്ടമായി ഇഷാം അടിച്ചു വീഴ്ത്തി. റേയാ! റോബിൻ അവളുടെ അടുത്തേക്ക് പോകാൻ നിന്നെങ്കിലും സിനാനും റോഷൻ അവനെ പിടിച്ചു വെച്ചു. സർവ്വശക്തിയും എടുത്തവൻ അവരെ ചവിട്ടി തെറിപ്പിച്ച് അവളുടെ അടുത്തേക്ക് പോകാൻ നിന്നെങ്കിലും അവിടെ കിടന്നിരുന്ന ഹോക്കി സ്റ്റിക്ക് എടുത്ത് കെവിൻ അവൻ്റെ കാല് ലക്ഷ്യമാക്കി എറിഞ്ഞതും അതിൽ തടഞ്ഞവൻ നിലത്തേക്ക് തന്നെ വീണു. ആ സമയം മാനവും സിനാനും അവനെ പിടിച്ചു വെച്ച് അവൻ്റെ മുഖത്തേക്ക് ശക്തമായി പഞ്ച് ചെയ്തു. അതും കൂടിയായതും അവൻ്റെ മൂക്കിൽ നിന്നെല്ലാം നല്ല രീതിക്ക് ബ്ലീഡിങ് ആവാൻ തുടങ്ങി. ഇതൊക്കെ കണ്ട് റേയ വേദന കടിച്ചു പിടിച്ച് എഴുന്നേൽക്കാൻ നോക്കിയതും നീ അവളെ മുടിയൊക്കെ കുത്തിപ്പിടിച്ച് പൊക്കിയെടുത്തു. അവളുടെ പിടി തലയാകെ പൊട്ടിപ്പിളരും പോലെ തോന്നി റേക്ക്. മര്യാദയ്ക്ക് പലതവണ ഞാൻ ചോദിച്ചതല്ലേ നിന്നോട് ആ SD കാർഡ് എവിടെയാണ്? ആ വിഷ്വൽസ് എല്ലാം അവൾ SD കാർഡിലേക്ക് മാറ്റിയിരുന്നു. ആദ്യമേ അതങ്ങ് പറഞ്ഞിരുന്നെങ്കിൽ ഇപ്പോൾ ഇതൊന്നും അനുഭവിക്കേണ്ടി വരില്ലായിരുന്നല്ലോ. മറു കൈ കൊണ്ട് അവളുടെ കവിളിൽ അമർത്തി പിടിച്ച് നിഹ ചോദിച്ചതും അപ്പോഴേ റിയ പറഞ്ഞത് റോബിൻ എങ്ങനെയെങ്കിലും ഹോസ്പിറ്റലിൽ എത്തിക്കാനായിരുന്നു. തമ്മിൽ സംസാരിക്കും. നീ എന്തിനാ അവൻ്റെ കാര്യം എടുത്തിരുന്നേ? ഒരു കാര്യം ചെയ്യാം, ആ SD കാർഡ് തന്നേക്ക്, അവൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം. നോ റയ, അവൾ പറയുന്നത് കേൾക്കരുത്, അത് കൊടുക്കരുത്. ഇവരെല്ലാം കൊടുക്കാൻ അത് മതി. റോബിൻ പറഞ്ഞത് കേട്ട് കലിപൂണ്ട മാനവ് അവിടെ ഉണ്ടായിരുന്ന ചെയറെടുത്ത് റോബിനെ അടിച്ചു വീഴ്ത്തി. നേരത്തെ കത്തി കുത്തിയിറക്കിയ മുറിപ്പാട് ചവിട്ടി ഞെരിച്ചു. വേദന കൊണ്ട് റോബിൻ ഒച്ച വെച്ചതും റേ ചെവി പൊത്തിക്കൊണ്ട് നിർത്താൻ പറഞ്ഞു. എന്നിട്ടും അവൻ കാലെടുക്കാത്തത് കണ്ട് നിങ്ങൾ ചോദിക്കുന്നത് എന്തും ഞാൻ തരാം, പ്ലീസ് ബിച്ചിച്ചാനെ വിട്ടേക്ക് എന്ന് പറഞ്ഞവൾ നിഹയുടെ കാല് പിടിച്ചതും സിദ്ധാർത്ഥ മാനവിനോട് അവനെ വിടാൻ പറഞ്ഞു. കൊടുക്കരുത് റേയ, പ്ലീസ്, നീ അത് കൊടുത്താലും ഇവർ നമ്മളെ വെറുതെ വിടില്ല എന്ന് റോബിൻ പറയുന്നത് കേട്ട് മാനവ് ദേഷ്യത്തിൽ ഇഷാമിന് എന്തോ സിഗ്നൽ കൊടുത്തതും അവൻ നേരത്തെ റേയ അടിച്ച് വീഴ്ത്തി ചുറ്റിക കൊണ്ട് റോബിൻ്റെ കൈ അടിച്ച് ചതച്ചു. ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് ഞാൻ തരാന്ന്. ഹിച്ചായനെ ഉപദ്രവിക്കല്ലേ പ്ലീസ്, ഞാൻ തരാം, ആ SD കാർഡ് ഞാൻ തരാം. അതും പറഞ്ഞവൾ ചെയിനൂരി അതിൻ്റെ ലോക്കറ്റ് തുറന്ന് അതിൽ നിന്നും കാർഡ് എടുത്ത് അവരെ കാണിച്ചു. ഇതാ നിങ്ങൾക്ക് വേണ്ട SD കാർഡ്. റേ അത് പറഞ്ഞതും സിദ്ധാർത്ഥ ഇത് അവളുടെ കയ്യിൽ നിന്ന് വാങ്ങിയെടുത്തു. ഇനിയെങ്കിലും ഞങ്ങൾ വെറുതെ വിട്ടോടെ? ഓരോരുത്തരുമായി മാറി മാറി നോക്കിക്കൊണ്ട് ദയ ചോദിച്ചു. നിഹ ഒന്ന് കേട്ടിച്ചിരിച്ചു. ഇത്രയൊക്കെ സ്ഥിതിക്ക് ഇനി നിങ്ങളെ ഞങ്ങൾ വെറുതെ വിടുന്നു തോന്നുന്നുണ്ടോ നിനക്ക്? നിഹ ചോദിച്ചതും റേ ഞെട്ടലോടെ അവളെ നോക്കി. കൊല്ലണമെന്ന് ഉറപ്പിച്ച് തന്നെയാണ് നിന്നെ നാട്ടിൽ നിന്ന് ഇവിടെ എത്തിച്ചത്. അതിനിടയിൽ ഇവനും വന്നുപെട്ടു. എന്ത് ചെയ്യാനാ, രണ്ടുപേർക്കും ആയുസിന് ബലമില്ലാതായിപ്പോയി. സോ സാഡ്. വരവേൽക്കുമ്പോൾ നിങ്ങൾ മരണത്തെ വരവേൽക്കും. വിധിയുടെ ഓരോരോ കളികളെ. അവളെ കളിയാക്കും പോലെ നിഹ പറഞ്ഞതും കലി കയറി റേയ അവളുടെ കരണം നോക്കിന്ന് പൊട്ടിച്ചു. അടിയുടെ പവറിൽ അവളുടെ ചുണ്ട് പൊട്ടി ചോര വരാൻ തുടങ്ങിയതും സിദ്ധാർത്ഥ അവളുടെ മുടിക്ക് കുത്തിപ്പിടിച്ച് ഭിത്തിയിൽ കൊണ്ടിടിപ്പിച്ചു. ഒരിക്കടിച്ചത് പോരാഞ്ഞിട്ട് അവളുടെ നെറ്റിപ്പൊട്ടി ചോര ഒഴുകുന്നത് കണ്ട് വീണ്ടും വീണ്ടും ഇടിപ്പിച്ചുകൊണ്ടേയിരുന്നു. അത് കണ്ട് റോബിൻ അലറി വിളിച്ചതോ മാനവ് റോബിന് നേരത്തെ തല്ലിയതിലുള്ള ദേഷ്യം വെച്ച് ഇഷാമിൻ്റെ കയ്യിൽ നിന്ന് ചുറ്റിക വാങ്ങി അവൻ്റെ കൈയും കാലെല്ലാം തല്ലിച്ചതച്ചു. ബാക്കിയുള്ളവരെല്ലാം അതൊക്കെ കണ്ട് രസിച്ചു കൊണ്ടിരുന്നു. റേയുടെ മുഖവും ഡ്രസ്സും എല്ലാം രക്തത്താൽ കുതിർന്നു. റോബിൻ്റെ അവസ്ഥയും മറിച്ചില്ലായിരുന്നു. ഒടുവിൽ സിദ്ധാർത്ഥ അവളുടെ മുടിയിൽ നിന്നും കൈയെടുത്തതും നേരെ നിൽക്കാൻ പോലാകാതെ അവൾ താഴേക്ക് വീണു. എന്താ ചെയ്യാനുള്ളത് വെച്ച് ചെയ്തിട്ട് രണ്ടിനെ വണ്ടിയിലാക്കി കൊക്കയിലേക്ക് തള്ളിയേക്ക്, ബാക്കിയൊക്കെ ഞാൻ നോക്കിക്കോളാം. അതും പറഞ്ഞ് സിദ്ധാർത്ഥ ആ SD കാർഡ് എടുത്ത് സൈഡിലേക്ക് റൂമിലേക്ക് പോയി. റേ ഒന്ന് നോക്കി അവന് പിറകെ നിഹയും. കൺമുന്നിൽ വെച്ച് ജീവനായി കണ്ടവളെ പിച്ചി ചീന്തുന്നതൊന്നും ചെയ്യാൻ പറ്റാതെ കണ്ടു നോക്കേണ്ടി വരുന്ന അവസ്ഥ. അതൊന്നും കണ്ടു നിൽക്കാനാവാതെ മരിച്ചു പോയിരുന്നെങ്കിലെന്ന് ആത്മാർത്ഥമായി ചിന്തിച്ച നിമിഷങ്ങൾ. ആ നിമിഷം തന്നെ അവരോരോരുത്തരെയും ചുട്ടരിക്കാനുള്ള പക മനസ്സിലുണ്ടെങ്കിലും ഒരു ചിരർ വിരൽ പോലും അനക്കാൻ അവനെ കൊണ്ട് കഴിയുമായിരുന്നില്ല. എല്ലാത്തിനും ഒടുവിൽ സിദ്ധാർത്ഥ് പറഞ്ഞതുപോലെ രണ്ടുപേരെയും ഒരു വണ്ടിക്കുള്ളിലാക്കി അവർ കൊക്കയിൽ തള്ളി. പക്ഷേ വിധി മറ്റൊന്നായിരുന്നു. വണ്ടി കൊക്കയിലേക്ക് മറിയും മുന്നേ റേ അതിൽ നിന്നും തെറിച്ചു വീണു. ബാക്കിയൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ. ഇതൊക്കെ നിങ്ങളെങ്ങനെ അറിഞ്ഞു? അവിടെ വരെ പറഞ്ഞു നിർത്തി കണ്ണൊക്കെ തുടച്ച് ബാക്കി പറയാൻ തുടങ്ങുന്നതിന് മുന്നേ ഷീ ചോദിച്ചതും റിൻഷത് പറയാൻ തുടങ്ങി. ക്രിസ്ത്യൻ ടീമും അവരെ വണ്ടിയിൽ കയറ്റി ഡോറ് പുറത്തുനിന്ന് ലോക്ക് ചെയ്തു. രക്ഷപ്പെടാൻ എന്തെങ്കിലും വഴി നോക്കുമ്പോഴാണ് അവൾക്ക് ഫോൺ ഓർമ്മ വന്നത്. അവളുടെ ഫോൺ റോഷൻ്റെ കയ്യിലാണ്. ഇനി എന്ത് ചെയ്യുന്ന ആലോചിക്കുമ്പോഴാണ് റോബിൻ അവൻ്റെ ഫോൺ എടുത്ത് അവൾക്ക് കൊടുത്തത്. അവൾ ആദ്യം ത്രിമൂർത്തീസിനെ കോളാക്കിയെങ്കിലും എന്തുകൊണ്ടോ അവർക്ക് അറ്റൻഡ് ചെയ്യാൻ കഴിഞ്ഞില്ല. കുറേ തവണ ട്രൈ ചെയ്തിട്ടും എടുക്കുന്നില്ലെന്ന് കണ്ടതുകൊണ്ട് ഇനി ആരെ വിളിക്കുന്ന ആലോചിക്കുമ്പോഴാണ് പോലീസിൽ ഇൻഫോം ചെയ്യാൻ റോബിൻ പറഞ്ഞത്. പക്ഷെ അതുകൊണ്ടൊരു പ്രയോജനം ഉണ്ടാവില്ലെന്ന് അവൾക്ക് ഐറിൻ്റെ കേസിൽ മനസ്സിലായതാണല്ലോ. അതുകൊണ്ട് അധികം ചിന്തിച്ച് സമയം കളയാതെ ത്രിദേവ്സിനെ വിളിച്ചു. 3 പേരുടെയും ഫോണിലേക്ക് മാറി മാറി വിളിച്ചിട്ടും കോൾ എടുക്കാത്തത് കണ്ട് റോബിൻ്റെ വീട്ടിലെ ലാൻഡ് ലൈനിലേക്ക് വിളിച്ചു.
അന്ന് റിൻഷയാണ് കോൾ എടുത്തത്. കോൾ കണക്ട് ആയതും വണ്ടി നിന്നതും ഒരുമിച്ചായിരുന്നു. അതുകൊണ്ട് തന്നെ കോൾ കട്ട് ചെയ്തേ അവളെ ഫോൺ ആരും കാണാതെ ഒളിച്ചു പിടിച്ചു. റിൻഷ കുറേ ഹലോ പറഞ്ഞിട്ടും ഒരു റിപ്ലൈ ഇല്ലാത്തത് കണ്ട് അവൾ ഫോൺ വെക്കാൻ പോകുമ്പോഴാണ് ആരുടെയൊക്കെയോ കരച്ചിലും ബഹളമൊക്കെ കേട്ടത്. ശ്രദ്ധിച്ചത് കേട്ടതും അത് റേയുടെ ശബ്ദമാണെന്ന് അവൾക്ക് മനസ്സിലായി. ആ സമയത്താണ് ഇഷാം അവൾ അടിച്ചു വീത്തിയത്. അതോടെ ഫോൺ ഏതോ ഒരു മൂലയിലേക്ക് തെറിച്ചു വീണു. എങ്കിലും കോൾ കട്ടാക്കഞ്ഞതുകൊണ്ട് അവിടെ നടന്നത് മുഴുവൻ അവൾക്ക് കേൾക്കാൻ കഴിഞ്ഞു. അപ്പം നിങ്ങളെങ്ങനെ? റിൻഷ പറഞ്ഞു കഴിഞ്ഞതും കാശ് ശ്രുതിയുടെ റൂമിയുടെ അടുത്ത് ചോദിച്ച് എല്ലാവരുടെ ശ്രദ്ധയിൽ അവരിലേക്കായി. റോബിച്ചാൻ്റെ റൂമിൽ നിന്നും ആളുടെ ലാപ്പ് എടുക്കാൻ വേണ്ടി ഇവൾ പോയപ്പോഴാണ് റേ കോൾ ചെയ്തതും ഇവൾ അറ്റൻഡ് ചെയ്തതുമല്ല. ഇച്ചൻ്റെ റൂമിൽ ഉള്ളതുപോലെ തന്നെ റീമയുടെ റൂമിലും സെയിം കണക്ഷനുള്ള ലാൻഡ് ഫോൺ ഉണ്ട്. ഫോൺ റിങ് ചെയ്യുന്ന സൗണ്ട് കേട്ട് റീമ കോൾ എടുക്കാൻ വന്നതും പെട്ടെന്നത് നിന്നു. എന്താ സംഭവം എന്നറിയാൻ അവൾ അതെടുത്ത് ചെവിയിൽ വെച്ചതും എന്തോ വലിയൊരു സൗണ്ട് കേട്ടു. ഫോൺ തെറിച്ച് വീണ സൗണ്ട് കേട്ടതും ഒന്നും മനസ്സിലായില്ലെങ്കിലും പിന്നീട് ഇച്ചാൻ്റെ റേ എന്നുള്ള വിളി കേട്ടതും റീമ വേഗം എന്നെ കൂടി വിളിച്ചു. ആ സമയം എന്താ ചെയ്യേണ്ടതെന്നും ഞങ്ങൾക്കറിയില്ലായിരുന്നു. റിൻഷയോടെല്ലാം പറയാനായി ഞാൻ ചെല്ലുമ്പോൾ കാണുന്നത് അവൾ ഫോണും ചെവി വെച്ച് കരഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. അതോടെ അവളും എല്ലാം കേട്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. തുടരും. ബാക്കി അറിയാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്ത് നാളെ ഇതേ സമയം കാത്തിരിക്കുക. ബൈ.